ഏതു നിമിഷവും എങ്ങോട്ട് വേണമെങ്കിലും ചായാൻ സാധ്യതയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയും കരളലം, കാട്ടൂർ, മൂരിയാട്, പടിയൂർ, പൂമംഗലം, വെള്ളൂർക്കര, ആളൂർ എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലം. മണ്ഡലത്തിന് ഒരു നിർബന്ധിത സ്വഭാവമില്ല. കോൺഗ്രസിനെയും CPM-നെയും ജയിപ്പിച്ചിരുന്ന മണ്ഡലത്തിൽ 1982 മുതൽ 2001 വരെ സ്വതന്ത്രനായ ലോനപ്പൻ നമ്പാടനെയാണ് ജയിപ്പിച്ചു വന്നത്. പിന്നീട് UDF-ലെ KM മാണിയുടെ വിശ്വസ്തനായ തോമസ് ഉണ്ണിയാടൻ എന്ന കേരള കോൺഗ്രസുകാരനെ 15 വർഷം വിജയിപ്പിച്ചു. ഇപ്പോൾ അരുണൻ എന്ന CPM നേതാവിനെ 2016 ജയിപ്പിച്ചുവെങ്കിലും വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ഭാര്യ ബിന്ദുവിന് വേണ്ടി എല്ലാവരെയും മാറ്റി നിർത്തി ആ സീറ്റ് ജയിപ്പിച്ച് അവരെ മന്ത്രിയാക്കി. പക്ഷെ ആര് ജയിച്ചാലും തോറ്റാലും വലിയ ഭൂരിപക്ഷമൊന്നും ഇരിഞ്ഞാലക്കുട നൽകാറില്ല. നിലവിൽ ബിന്ദു മന്ത്രി ജയിച്ചത് വെറും 5000-ൽ ചില്ലാനം വോട്ടുകൾക്ക് മാത്രമാണ്. എന്നാൽ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ CPM-ന്റെ അടിത്തറ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു പ്രശ്നമുണ്ട്: കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും CPM-കാർ തട്ടിപ്പ് നടത്തിയെന്നും അതിൽപ്പെട്ട ഒരാളെയും പുറത്തുവിടില്ലെന്നും പ്രഖ്യാപിച്ച കരുവന്നൂർ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണ്. CPM-കാരുടെ തട്ടിപ്പുകളിൽപ്പെട്ട ജീവിതം തകർന്നവരും ജീവച്ഛവമായി മാറിയവരും അവരുടെ ബന്ധുക്കളും എല്ലാം അധിവസിക്കുന്ന ഈ മണ്ഡലത്തിൽ അതിൽ പെടുന്നവരെല്ലാം CPM-കാരാണെന്നുള്ളതും അവരുടെ പരാജയം ഉറപ്പിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. 2021 ജൂലൈ 21-ന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തതാണിത്. പതിറ്റാണ്ടുകളായി CPM ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു. CPM നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. 300 കോടിയുടെ ക്രമക്കേടെന്ന് ആദ്യ പരിശോധനയിൽ കണ്ടെത്തി. പിന്നീട് 219 കോടിയുടെ ക്രമക്കേടുണ്ടെന്നും കണ്ടെത്തി. 2011-12 മുതൽ നടത്തിയ തട്ടിപ്പിന്റെ എല്ലാ കളികളും പുറത്തു വന്നു. വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തിക്കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി, ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു CPM നേതാക്കളും നേതൃത്വവും അറിഞ്ഞുകൊണ്ട് ആ തട്ടിപ്പ് നടത്തിയത് എന്ന് എല്ലാ അന്വേഷണ ഏജൻസികളും കണ്ടെത്തി. CPM-ന്റെ മുൻ പ്രവർത്തകൻ, ബാങ്ക് ജീവനക്കാരൻ കൂടിയായ സുരേഷാണ് പരാതി നൽകി ഇത്രയും വലിയ കേസാക്കി ഇതിനെ മാറ്റിയത്. പിന്നീട് സഹകരണ വകുപ്പ്, വിജിലൻസ്, ED, CBI എന്നിവരെല്ലാവരും വന്നു. ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. മുൻ ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്തു. 5 പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടി. പിന്നാലെ 125.84 കോടി രൂപ ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു. ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു. നിക്ഷേപത്തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ ഒരു വയോധിക മരിച്ചു വീണു. ഒടുവിൽ ബാങ്കിൽ 150 കോടിയുടെ ക്രമക്കേട് നടന്നു എന്നും മുൻമന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീനാണ് ഈ വ്യാജ ലോണുകൾക്ക് പിന്നിലെല്ലാം ഉള്ളത് എന്നും ED കണ്ടെത്തി. മാത്രമല്ല, മുൻമന്ത്രി K രാധാകൃഷ്ണൻ MP ഉൾപ്പെടെ എല്ലാവരെയും ED ചോദ്യം ചെയ്തു, വിവരങ്ങൾ ശേഖരിച്ചു. അങ്ങനെ CPM-നെ പൂർണ്ണമായും തകർക്കുന്ന ഒരു കേസായി കരുവന്നൂർ ബാങ്ക് കേസ് മാറിയപ്പോൾ ഇരിഞ്ഞാലക്കുട മണ്ഡലം സ്വാഭാവികമായും CPM-ന് നഷ്ടമാകുമെന്ന് അവർ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. തോൽക്കുമെന്നുറപ്പാണെങ്കിലും CPM-ൽ നിലവിലെ MLA, മന്ത്രി കൂടിയായ ബിന്ദു തന്നെയായിരിക്കും മത്സരിക്കുക എന്നുറപ്പാണ്. UDF-ൽ കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയാൽ തോമസ് ഉണ്ണിയാടൻ തന്നെ വീണ്ടും മത്സരിച്ചേക്കാം. കോൺഗ്രസ് ആണ് സീറ്റ് ഏറ്റെടുക്കുന്നത് എങ്കിൽ പുതുമുഖങ്ങൾ ആരെയെങ്കിലും പരീക്ഷിക്കാനാണ് സാധ്യത. ഏതായാലും ആര് മത്സരിക്കും എന്നതിനേക്കാളും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്ന ഒറ്റ കാരണത്തിൽ ഇരിഞ്ഞാലക്കുട മണ്ഡലം CPM-ന് നഷ്ടപ്പെടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ അവസ്ഥയാണുള്ളത്.